ഹലോ ഗായ്സ്, അനസ്വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പുറത്ത് വന്ന് വീഡിയോ കാണുന്നതുകൊണ്ട് വ്ളോഗാണെന്ന് ആരും വിചാരിക്കണ്ട. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ പുറത്ത് വന്ന് ആലോചിച്ചിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു ഐഡിയ ഇല്ല. പുറത്ത് പോകാമെന്നുള്ളൊരു ഐഡിയ ഉണ്ട്, പക്ഷേ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വീട്ടിനകത്ത് തന്നെ നമ്മളിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പുറത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറയാൻ. കാരണം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ പാലക്കാടിൽ മുതലമടയിൽ അതുപോലെ തന്നെ മാംഗോ സിറ്റി എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഇരുന്നിട്ട് മാങ്ങയായിട്ടുള്ള ഒരു റെസിപ്പീസോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ഒരു മാംഗോയുടെ മൊഹിറ്റോ അങ്ങനെ ഒരു സംഭവമാണ് ആ ഒരു ജ്യൂസാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ പടപടപടപടാന്ന് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരും. ഓക്കെ, ഈ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഒരു മാങ്ങ മതി കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത ലെവലിൽ തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ സ്കിന്ന് ഇതുപോലെ ഒന്ന് ചെത്തിക്കളയുക, തോല് ഇതുപോലെ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മൾ നോർമലായിട്ട് മാങ്ങ കട്ട് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളായിട്ടൊന്ന് പുതിയൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് സക്സസ് ആയതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഒരു കിടക്കുന്ന സംഭവമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണുക. അതിനുശേഷം മാങ്ങ ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു സൈഡ് മതി കേട്ടോ, ഒരു മാങ്ങയുടെ ഒരു സൈഡ് മതി. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള സൈഡ് നമ്മൾ നോർമലായിട്ട് മാംഗോ ജ്യൂസ് അടിക്കുന്ന പോലെ അടിക്കുക. നമുക്ക് വേണ്ട എത്രയാണോ പഞ്ചസാര വേണ്ടത്, മധുരം വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ജ്യൂസാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് മിൻറ്റും കൂടെ ഇട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ജാറിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അടുത്തത് മൊഹിറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാംഗോൻ്റെ ആ ക്യൂബ്സ്, പിന്നെ പുതിനയുടെ ഇല, പിന്നെ വേണ്ടത് നമുക്ക് 2 നാരങ്ങ, ഐസ് ക്യൂബ്സ്, പിന്നെ അതെല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ള ഒരു ജാറ്, പിന്നെ സോഡ, പ്ലെയിൻ സോഡയാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. പ്ലെയിൻ സോഡയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയായ നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നന്നാരി സിറപ്പാണ്. നന്നാരി സിറപ്പത്തിലേക്ക് യൂസ് ചെയ്യുന്ന അതേ സിറപ്പ് തന്നെയാണ് നന്നാരി സിറപ്പ്. അപ്പോൾ നമ്മളൊരു വെറൈറ്റി മൊഹിറ്റോ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത റെസിപ്പിയാണ്. സംഭവം കിടുവാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാംഗോൻ്റെ ക്യൂബ്സ് കുറച്ച് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് മതി, ബാക്കി കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 നാരങ്ങയിൽ ഒരു നാരങ്ങ നമ്മൾ നോർമലായിട്ട് ഒരു 4 ക്യൂബായിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. ഇതിന് ശേഷം അതും ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്മാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് സ്മാഷ് ചെയ്ത് ചിലപ്പോൾ കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത്ര മതി. അതിനുശേഷം നമ്മൾ മിൻറ്റ്, നമ്മുടെ പുതിന ഇല ഉണ്ടല്ലോ, അതൊന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ക്ലാപ്പ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ക്ലാപ്പ് ചെയ്തതിന് ശേഷം അത് ഫുള്ളായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് അത് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. നോർമലായിട്ട് മൊഹിറ്റോ ഉണ്ടാക്കുന്ന സമയത്ത് ജ്യൂസ് ആഡ് ചെയ്യാറില്ല. ഏത് ഫ്രൂട്ടാണോ ഉണ്ടാക്കുന്നത് ആ ഫ്രൂട്ടിൻ്റെ ക്യൂബ്സ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് സോഡയാണ് മിക്സ് ചെയ്യാറുള്ളത്, പിന്നെ പഞ്ചസാരയൊക്കെയാണ്. പക്ഷേ നമ്മൾ ഇതിൽ ഒന്ന് വെറൈറ്റിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യം മുതൽ ഒന്ന് കാണണം, സ്കിപ്പ് ചെയ്ത് കാണണം എന്ന് പറയാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിലോട്ട് നമുക്ക് വേണ്ടത്ര ഐസ് ക്യൂബ്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ 2ലും പുതിന ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പുതിന ലീവ്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്, അതിൽ മിക്സ് ചെയ്തിരിക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു നാരങ്ങ നമ്മൾ അപ്പോഴേ കട്ട് ചെയ്തിട്ടു. ഇത് വന്നിട്ട് നമ്മൾ നോർമലായിട്ട് നാരങ്ങ നീര് അതിൽ ആക്കിയാൽ മതി കേട്ടോ. നാരങ്ങ നേരിട്ട് പിഴിഞ്ഞൊഴിച്ചാൽ മതി. നാരങ്ങ ഒരുപാട് ആകാതെ നോക്കുക കേട്ടോ. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ കയ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി എല്ലാവരും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ളൊരു സംഭവം ആഡ് ചെയ്യാൻ പോകണം നന്നാരി സിറപ്പ് കേട്ടോ. അത് നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വെറൈറ്റി ആയിരിക്കും. നോർമൽ ഒരു മൊഹിറ്റോ കഴിക്കുന്ന പോലെ ഉണ്ടാവില്ല, ഒരു വെറൈറ്റി മൊഹിറ്റോ ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി സംഭവമാണ്, കിടുക്കൻ സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സോഡയാണ് കേട്ടോ. പ്ലെയിൻ സോഡയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്ത് ഉഷാറായിട്ടാണല്ലേ മേലോട്ട് വരുന്നത്, അടിപൊളിയായിട്ടില്ല കാണാൻ, കിടക്കാച്ച സംഭവമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ നമ്മുടെ മൊയ്ത്തോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫൈനലായിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ മാംഗോൻ്റെ ക്യൂബ്സ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊയ്ത്തോ റെഡി ആയി കഴിഞ്ഞു. ഇതൊക്കെ സംഭവമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഒന്നും ഇളക്കാതെ ഞാൻ വെച്ചിരിക്കുന്നത്. ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ കേട്ടോ. മിക്സ് ചെയ്യാതെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. നാളെ ഇതുപോലെ ഒരു പുതിയൊരു കണ്ടന്റുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ 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 ബൈ. ടാറ്റാ, സീ ബൈ.